വചനം തിരുവചനം. ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഒരു ദേശത്ത് ഒരു വലിയ പ്രായാധിക്യമുള്ള മനുഷ്യനുണ്ടായിരുന്നു. തൻ്റെ വാർദ്ധക്യത്തിൽ അദ്ദേഹം ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു. എല്ലാവരോടും വളരെ മോശമായി പെരുമാറുകയും ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അവസ്ഥയിൽ പോലും ബാക്കിയുള്ള സകലരുമായും വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വൃദ്ധൻ. ആളുകൾ അദ്ദേഹത്തെ കൊണ്ട് സഹികെട്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രായാധിക്യ നിമിത്തം അദ്ദേഹത്തെ ആരും ഒന്നും പറഞ്ഞില്ല. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ മനുഷ്യൻ തൻ്റെ എല്ലാ കലഹങ്ങളും അവസാനിപ്പിച്ച് വളരെ ശാന്തനായി ജീവിക്കാൻ തുടങ്ങി. ആളുകൾക്കെല്ലാം അതിശയമായി. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് വിചാരിക്കുന്നു. പക്ഷെ നോക്കുമ്പോൾ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്, ആളുണ്ട്. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു ശല്യങ്ങളുമില്ല. അദ്ദേഹം വളരെ സന്തുഷ്ടനായി കാണപ്പെടുന്നു, സമാധാനമുള്ളവനായി കാണപ്പെടുന്നു. ഇത് കണ്ട് ആളുകൾ അദ്ദേഹത്തോട് ഇത് ചോദിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് ഇപ്പോൾ പഴയതുപോലെ ബഹളമൊന്നും ഉണ്ടാക്കാത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇത്രയും കാലം സന്തോഷം അന്വേഷിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ച ഒരു സന്തോഷവും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ദേഷ്യം കാരണമാണ് ഞാൻ എല്ലാവരുമായിട്ടും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഞാനൊരു തീരുമാനമെടുത്തു, ഇനി സന്തോഷം അന്വേഷിക്കേണ്ട കാര്യമില്ല, എനിക്ക് സന്തോഷം ആവശ്യമില്ല. അപ്പോൾ തൊട്ട് ഞാൻ ശാന്തനായി. കാരണം എനിക്കിനി നിങ്ങളിൽ നിന്നുള്ള ഒരു സന്തോഷവും ആവശ്യമില്ല. നിങ്ങളിൽ നിന്നും ഞാൻ ഇനി ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് പലരുടെയും പ്രശ്നങ്ങൾക്ക് കാരണം നമ്മൾ ഈ ലോകത്തിൽ സന്തോഷം അന്വേഷിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സന്തോഷം അന്വേഷിക്കുന്നത് തെറ്റല്ല. ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, ഈ ഒരു സൊല്യൂഷൻ തന്നെയാണ് പറയുക, ഒന്നും ആഗ്രഹിക്കാതിരിക്കുക, അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലല്ലോ. എന്നാൽ ആഗ്രഹങ്ങളുള്ള ഒരു മനസ്സുമായിട്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക കാര്യമാണ്. ഇവിടെ ഒരു വിഷയം മാത്രമേ നമുക്കുള്ളൂ, എന്താണ് ആഗ്രഹിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള വിവേകം. നമുക്ക് എന്തും ആഗ്രഹിക്കാം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരുന്നു കൊണ്ട് ഈ സമയം തീരുമാനിക്കാം, എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകണം. ഒരാഗ്രഹമാണ്, ആഗ്രഹത്തിന് എന്തും ആകാമല്ലോ. അസംഭവ്യമായ ആഗ്രഹങ്ങൾ, ലഭിക്കാൻ സാധ്യതയില്ലാത്ത ആഗ്രഹങ്ങൾ, അനുചിതമായ ആഗ്രഹങ്ങൾ, എന്തും നിങ്ങൾക്ക് ആഗ്രഹിക്കാം. അപ്പോൾ ആഗ്രഹിക്കാൻ ഒരു കഴിവുണ്ടെന്ന് കരുതി എന്തും ആഗ്രഹിക്കുന്നിടത്താണ് നമുക്ക് പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പ്രിയമുള്ളവരെ, ആഗ്രഹങ്ങളുടെ മേൽ ഒരു വിവേകമുണ്ടാകുന്നതോടുകൂടെയാണ് മനുഷ്യജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നത്. ഒരു ഭവനത്തിൽ ഒരു ജീവിത പങ്കാളിക്ക് തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ആഗ്രഹിക്കാം, തീർച്ചയായും ആഗ്രഹിക്കാം. എന്നാൽ വിവേകരഹിതമായ ആഗ്രഹങ്ങൾ കടന്നു വരുന്നതോടുകൂടിയാണ് സമാധാനം നഷ്ടമാകുന്നത്. ഒരു നിശ്ചിത വരുമാനമുള്ളൊരു വ്യക്തിക്ക് അയാളുടെ വരുമാനത്തിനുള്ളിൽ നിന്ന് ആഗ്രഹിക്കാം. എന്നാൽ താൻ ആഗ്രഹിക്കേണ്ടത് അല്ലാത്ത കാര്യങ്ങൾ വിവേകമില്ലാതെ ആഗ്രഹിച്ച് തുടങ്ങുന്നതോടുകൂടിയാണ് നമുക്ക് സമാധാനം നഷ്ടപ്പെടുന്നത്. ആഗ്രഹങ്ങളെ വിവേകത്തോടെ വിശുദ്ധിയോടെ മനസ്സിൽ നിയന്ത്രിച്ചുകൊണ്ട് സ്ഥാപിക്കുക എന്നുള്ളതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ കഴിവ്. ഞാൻ എന്ത് ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനിക്കുവാനുള്ള വിവേകം നമുക്ക് ലഭിക്കുന്നതോടുകൂടി നമ്മുടെ ജീവിതം സമാധാനപൂർണമാകും. ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്നതല്ല, ദൈവം നൽകിയ ആഗ്രഹത്തെ ദൈവത്തിൻ്റെ സഹായത്തോടെ പരിപോഷിപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ബൈബിളിൽ മുഴുവൻ നമ്മളെ ആഗ്രഹിക്കുവാൻ പഠിപ്പിക്കുന്ന ഒരു ദൈവത്തെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അബ്രഹാമിനോട് ഒരു അനുഗ്രഹമായി തീരുവാനും മക്കൾ അനുഗ്രഹമായി തീരുന്ന ഒരപ്പനായി തീരുവാനും
ദൈവം ആഗ്രഹിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. ബൈബിളിൽ മുഴുവൻ വാഗ്ദാനങ്ങളാണ്, നിറയെ വാഗ്ദാനങ്ങളാണ്. ഈ വാഗ്ദാനങ്ങളെല്ലാം നമ്മൾ വിചാരിക്കരുത് ദൈവം വെറുതെ തരികയാണ്. ഇല്ല, ഈ വാഗ്ദാനങ്ങളെല്ലാം നമുക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ കുടുംബ പ്രാർത്ഥനയിൽ മുഴുവൻ സമയവും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ അവസാനം കൊണ്ടുപോയി നമ്മൾ പറയുന്നൊരു കാര്യം, ആ പ്രാർത്ഥനയൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് നമ്മൾ ഒടുവിൽ ചേർത്ത് പറയുന്നൊരു കാര്യം, ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകണമെന്നാണ്. അപ്പോൾ ബൈബിളിലുള്ള സകല വാഗ്ദാനങ്ങൾക്കും ഞാൻ യോഗ്യനാകണമെന്ന് പ്രാർത്ഥിക്കുവാൻ സഭാ പാരമ്പര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആഗ്രഹിക്കുക എന്ന് പറയുന്നത് തെറ്റല്ല. എന്താണ് ആഗ്രഹിക്കുക എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ആഗ്രഹിക്കുക എന്നതാണ് ക്രിസ്തീയമായ ഉത്തരം. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ആഗ്രഹിച്ചു തുടങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാകും. ഇതാണ് അബ്രഹാമിൻ്റെ ഉദാഹരണത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇതാണ് ജോസഫിൻ്റെ ഉദാഹരണത്തിലൂടെ നമ്മൾ കാണുന്നത്. ഇതാണ് ഇസ്രയേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. ഇസ്രയേലിനെ മോചിപ്പിച്ചതിന് ശേഷം, ജോഷുവ ഇസ്രയേലിനെ ദേശത്താക്കിയതിന് ശേഷം നമ്മൾ വായിക്കുകയാണ്, ഇസ്രയേലിനെ കുറിച്ച് അവിടെ നിന്ന് അരുളി ചെയ്ത എല്ലാ വാഗ്ദാനങ്ങളും ഒന്നൊഴിയാതെ അവിടെ നിന്ന് നിറവേറ്റി. അപ്പോൾ വാഗ്ദാനങ്ങൾ നൽകുന്ന ഒരു വ്യക്തിയായ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം. അതുകൊണ്ട് തന്നെ ആഗ്രഹങ്ങളില്ലാതിരിക്കുക എന്നത് ഒരു ക്രിസ്തീയമായ കാഴ്ചപ്പാടല്ല, യേശു പഠിപ്പിച്ച ഒരു കാഴ്ചപ്പാടല്ല, വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാടല്ല. എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്താണെന്ന് നമുക്കറിയുവാൻ സാധിക്കണം. ഇന്ന് ഈ ലോകത്തിൽ ഒരു കുഞ്ഞിൻ്റെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ് സ്വാധീനിക്കപ്പെടുന്നത്? അതായത് ഈ ലോകത്തിലെ മനുഷ്യർ ആ കുഞ്ഞിനോട് ഈ ലോകത്തിലെ ഒരു സിസ്റ്റത്തെക്കുറിച്ച്, ആ സിസ്റ്റം നൽകുന്ന വാഗ്ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. നീ ഇത് ചെയ്താൽ നിനക്ക് ഈ സന്തോഷം കിട്ടും എന്ന് തെളിഞ്ഞും മറഞ്ഞും ഓരോ വ്യക്തിയോടും സംസാരിക്കുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നിന്റെ ശരീരത്തിന് ഇങ്ങനെ ഒരു സുഖം കിട്ടും, നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ നിന്റെ മനസ്സിന് ഇങ്ങനെ ഒരു സുഖം കിട്ടും എന്ന് വ്യക്തമായും പ്രലോഭിപ്പിച്ചും അങ്ങനെ ഒരു മോഹം അവരിൽ ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ആ മോഹവലയത്തിൽ നിന്ന് ഒരു കാന്തം പോലെ ഇവൻ്റെ മോഹങ്ങളും സങ്കല്പങ്ങളും ആഗ്രഹങ്ങളും എല്ലാം മാറ്റിയെടുക്കുവാൻ വേണ്ടി ദൈവം ബൈബിളിൽ വാഗ്ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. ദൈവം നൽകിയിരിക്കുന്ന പ്രധാനമായ ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, ഈ ബൈബിളിൽ മുഴുവൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വാക്കുകൾ മാനിക്കുന്നൊരു മനുഷ്യൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതാണ്. പഴയ നിയമത്തിൽ എവിടെയൊക്കെ ആരൊക്കെ ദൈവവചനത്തെ ആദരിക്കുന്നുവോ അവനൊക്കെ ഉത്കർഷം നേടിയിട്ടുണ്ട്, അവനൊക്കെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, അവൻ്റെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വചനത്തിലെത്തുമ്പോൾ ഈ സന്തോഷത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണ് കർത്താവ് പറഞ്ഞു തരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 11-ാം വാക്യം, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. നോക്കിക്കേ, ഒരു വലിയ വാഗ്ദാനമാണ് കർത്താവ് പറയുന്ന, ഒരു വലിയ വാഗ്ദാനമാണ്. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാൻ. സന്തോഷം പൂർണ്ണമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലോകത്ത് നമ്മൾ എപ്പോഴെങ്കിലും സന്തോഷം അതിൻ്റെ ഫുൾനെസ്സിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സന്തോഷം അതിൻ്റെ ഫുൾനെസ്സിൽ അനുഭവിക്കുവാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അതാണ് സന്തോഷത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത്. പിന്നെ അതിനപ്പുറം സന്തോഷിക്കാൻ നമുക്ക് പറ്റത്തില്ല. അതാണ് ബ്ലിസ്, സന്തോഷത്തിൻ്റെ പൂർണ്ണത. ഇപ്പം കർത്താവ് പറയാണ്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാൻ. കുടികൊള്ളുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നത് വളരെ വ്യക്തമായ അർത്ഥത്തോടു കൂടിയാണ്.
അതായത് അതങ്ങ് അകത്ത് വന്നിരിക്കാൻ പോവുക, പിന്നെ അത് പോകത്തില്ല. എന്നിട്ട് പറയാണ് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. എന്താണ് കർത്താവ് പറഞ്ഞത്? കർത്താവ് പറയുന്നതാണ് ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്താണ് കർത്താവ് പറഞ്ഞത്? അതിന് മുമ്പിൽ വായിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലം പുറപ്പെടുവിക്കും. അവരേറെ ഫലം പുറപ്പെടുവിക്കും. പ്രിയമുള്ളവരെ, കർത്താവ് ഒരു കാര്യം നമ്മളോട് പറയുകയാണ്. ഞാനാണ് മുന്തിരിച്ചെടി, നിങ്ങൾ ശാഖയാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും. നിങ്ങൾ ഇന്നേ വരെ അനുഭവിക്കാത്ത സന്തോഷം നിങ്ങൾക്ക് കിട്ടും. ദുഃഖിച്ചിരിക്കുന്ന സഹോദര, വേദനിച്ചിരിക്കുന്ന സഹോദരി, നിന്റെ ഹൃദയത്തിൽ ഈ ഭൂമിയിലെ എല്ലാ പ്രശ്നങ്ങളും വന്ന് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്, സത്യമാണ്. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഈ സന്തോഷം നിന്റെ ഉള്ളിൽ അറിയാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം യേശുവിൻ്റെ ഈ വാഗ്ദാനത്തെക്കുറിച്ച് നീ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കർത്താവ് പറയാണ് എൻ്റെ സന്തോഷം. ഏതാണ് കർത്താവിൻ്റെ സന്തോഷം? കർത്താവിന് ലോകത്ത് നോക്കിയാൽ ചുറ്റും മുഴുവനും കർത്താവിന് അസ്വസ്ഥതകൾ നൽകുന്ന സാഹചര്യങ്ങളാണ് നിലകൊള്ളുന്നത്. പക്ഷേ കർത്താവ് പറയുന്നത് എനിക്ക് സന്തോഷമുണ്ടെന്നാണ്. കർത്താവ് ഇത് പറയുന്നത് കർത്താവിൻ്റെ കൂടെ നടന്ന ശിഷ്യന്മാരോടാണ്. ശിഷ്യന്മാരോട് കർത്താവ് ഇത് പറയുമ്പോൾ കർത്താവ് സന്തോഷമുള്ളവനായി അവർക്ക് കാണപ്പെട്ടിട്ടില്ലെങ്കിൽ കർത്താവ് കള്ളമാണ് പറയുന്നതെന്ന് അപ്പോൾ തന്നെ അവർക്കറിയാം. അതുകൊണ്ട് ഈ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം, കർത്താവ് സദാസമയം സന്തോഷത്തോടെ കാണപ്പെട്ടവരാണ് ശിഷ്യന്മാർ. കർത്താവിനെ സന്തോഷത്തോടെ കണ്ട് അനുഭവിച്ചിട്ടുള്ളവരാണ് ശിഷ്യന്മാർ. അതുകൊണ്ടാണ് കർത്താവ് ധൈര്യത്തോടെ അവരോട് പറഞ്ഞത്, മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കുക, എൻ്റെ ഈ സന്തോഷം കണ്ടില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം ചുറ്റുവട്ടത്തിലുണ്ടെങ്കിലും ഞാൻ അസ്വസ്ഥനാകാതിരിക്കുന്നത് കണ്ടില്ലേ? ഈ സന്തോഷം എനിക്കുണ്ടാകുവാനുള്ള കാരണം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി, നിങ്ങൾക്കും ഈ സന്തോഷം കിട്ടും. ഞാൻ പിതാവിലാണ് ആയിരിക്കുന്നത് സദാസമയം, പിതാവ് എന്നിലാണ് ആയിരിക്കുന്നത്. അതുപോലെ നിങ്ങൾ എന്നിലാവുകയാണെങ്കിൽ നിങ്ങൾക്കും സന്തോഷം കിട്ടും. അത് മുന്തിരിച്ചെടിയും ശാഖകളും ഒന്നായിരിക്കുന്നത് പോലെയാണ്. നിങ്ങൾ എന്നോട് ചേർന്നിരുന്നാൽ നിങ്ങൾക്ക് സന്തോഷം അതിൻ്റെ ഫുൾനെസ്സിൽ, ഒരു ഫുൾ സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയിൽ ആസ്വദിക്കുവാൻ പറ്റുമെന്ന് കർത്താവ് പറയുകയാണ്. പ്രൈസ് ദ ലോർഡ്. കർത്താവ് എന്നിട്ട് വ്യക്തമാക്കുന്നത് ഒന്നുകൂടെ ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. എന്നിട്ടാണ് കർത്താവ് പറയുന്നത്, ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ സന്തോഷം നമ്മളിൽ നിറനിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. സന്തോഷം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടി നിങ്ങളെ ഞാനാണ് തിരഞ്ഞെടുത്തത്. എന്നിട്ട് കർത്താവ് പറയുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിങ്ങൾക്ക് നൽകും. ഇതിൽ പരം പിന്നെ ഒരു സന്തോഷം എന്താണ് നമുക്ക് വേണ്ടത്? കർത്താവ് പറയാണ്, നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ മുഴുവൻ നിറവേറാൻ പോവുകയാണ്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാൻ പോവുകയാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്നിലായിരിക്കണം. നിങ്ങൾ എന്നിലായിരിക്കുമ്പോൾ എൻ്റെ വാഗ്ദാനങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ആഗ്രഹിക്കാൻ തുടങ്ങും. ഈ ലോകത്തിലെ അപ്പോൾ ആൾക്കാർ സാധാരണ നമ്മൾ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർ വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ളൊരു വചനമാണിത്. അപ്പം ഞാൻ എന്ത് ചോദിച്ചാലും കിട്ടുമോ? സത്യം പറഞ്ഞാൽ അതിന് മുൻപ് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ നമ്മൾ വായിക്കണം. എന്താണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ കർത്താവിൽ ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന സമയത്ത്, കർത്താവിൻ്റെ വചനങ്ങൾ നമ്മളിൽ നിലകൊള്ളുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ എങ്ങനെയായിത്തീരും? കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾക്കനുസരിച്ചുള്ള ആഗ്രഹങ്ങൾ നമ്മളിൽ ഉണ്ടാകും. ആ ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ, ആ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്കതെല്ലാം ലഭിക്കും എന്ന് കർത്താവ് പറയുകയാണ്. അപ്പോൾ എന്തും ഇങ്ങനെ കാടടച്ചതുപോലെ ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമാണ് നമുക്കുള്ളതെങ്കിൽ ഇന്ന് തൊട്ട് നമ്മൾ പഠിക്കേണ്ടത് ആഗ്രഹിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ആഗ്രഹിക്കാൻ പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന് അവനോട് ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ്. എങ്ങനെയാണ് കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാൻ പറ്റുന്നത്? ഇതാ കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരാളെക്കുറിച്ച് ഇങ്ങനെയാണ് വചനം പറയുന്നത്. സങ്കീർത്തനങ്ങളിലെ 1-ാമത്തെ സങ്കീർത്തനം 3-ാമത്തെ വാക്യം, നീർച്ചാലിനരികെ നട്ടതും യഥാകാലം ഫലം തരുന്നതും
ഇല കൊഴിയാത്തതുമായ ഒരു വൃക്ഷം പോലെയാണ്. നീർച്ചാൽ എന്ന് പറയുന്നത് നമുക്കറിയാം പരിശുദ്ധാത്മാവാണ്, കർത്താവിൻ്റെ വചനത്തിൻ്റെ സമൃദ്ധിയാണ്. അതിനരികിൽ നിൽക്കുന്ന ഒരു വൃക്ഷം സദാസമയം ദൈവത്തിൽ നിന്ന് വലിയ ഊർജ്ജം ഉൾക്കൊള്ളുന്നത് പോലെയാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുന്ന ഒരാൾ. അങ്ങനെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ സങ്കീർത്തനം 84:4-6 പറയുകയാണ്, എന്നേക്കും അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അങ്ങയുടെ ഭവനത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അങ്ങയിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവരുടെ ഹൃദയത്തിൽ സിയോനിലേക്കുള്ള രാജവീഥികളുണ്ട്. ബാക്ക താഴ്വരയിലൂടെ നടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മൾ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെന്ന് അവനോടൊപ്പം ആയിരുന്ന ഒരു നീരുറവയുടെ അടുക്കൽ ഒരു വലിയ വൃക്ഷം നിൽക്കുന്നത് പോലെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കണം. നമുക്കറിയാം, പത്രോസ് യേശുവിൻ്റെ അടുക്കൽ പോയി നിൽക്കുകയാണ്. ആളുകളൊക്കെ യേശുവിനെ വിട്ടു പോവുകയാണ്. അപ്പോൾ പത്രോസിനോടും ശിഷ്യന്മാരോടും എല്ലാം യേശു പറയുകയാണ്, നിങ്ങൾക്കും പോകണമെങ്കിൽ പൊയ്ക്കോ. അപ്പോൾ പത്രോസ് ഉറപ്പോടെ ഒരു കാര്യം പറയുകയാണ്, കർത്താവേ, ഞങ്ങൾ എവിടെ പോകാനാണ്? ജീവന്റെ വചനങ്ങൾ, നിത്യജീവന്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണുള്ളത്. പത്രോസ് നിൽക്കുന്നത് ആ വലിയൊരു ജലാശയത്തിൻ്റെ അരികിലാണ്. അവിടെ നിന്ന് നിത്യജീവന്റെ ആ ഉറവയിൽ നിന്ന് ആ ജലം സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന പത്രോസ് പറയാണ്, ഇതിനോട് ഏറ്റവും അടുത്ത് നിൽക്കുകയല്ലാതെ ഇതിൽ നിന്ന് ഓടിക്കളയാൻ ഞാനില്ല. കർത്താവ് ശക്തമായിട്ട് പത്രോസിനെ തന്നോട് ചേർത്ത് നിർത്തുകയാണ് ആ സമയത്ത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതത്തിൽ കർത്താവിനോട് നമ്മൾ കാണിക്കേണ്ട ഒരു സമീപനം ഇതാണ്. ഈ ലോകത്തിലെ മനുഷ്യർ മുഴുവൻ വ്യത്യസ്തമായ ഒരു സമീപനം എടുക്കുകയാണ്. അവർക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ദൈവമല്ല. അവർക്ക് കർത്താവിൻ്റെ അടുക്കൽ ഇരിക്കണമെന്ന് ആഗ്രഹമില്ല. കർത്താവിൻ്റെ അടുത്ത് വരുന്നത് തന്നെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനങ്ങൾക്കനുസരിച്ച് ചിന്തിക്കുവാൻ അവരുടെ മനസ്സ് കർത്താവിന് സമർപ്പിക്കുവാൻ അവർ തയ്യാറല്ല. കർത്താവ് പറയുന്ന വാഗ്ദാനങ്ങൾക്കനുസരിച്ച് തങ്ങളുടെ ചിന്തകളും മോഹങ്ങളും രൂപപ്പെടുത്തുവാൻ അവർ തയ്യാറല്ല. അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ പത്രോസിൻ്റെ ഈ മനോഭാവമാണ് നമ്മൾ ഇപ്പോൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ കർത്താവിൻ്റെ മുൻപിൽ ചെന്നിട്ട് പറയണം, കർത്താവേ, ഈ ലോകം മുഴുവൻ നിന്റെ ചിന്തകൾക്ക് അനുകൂലമായിട്ടല്ല, നീ ആഗ്രഹിക്കുന്നത് പോലെ അല്ല ചിന്തിക്കുന്നതെങ്കിലും അവർ നിന്റെ അടുത്ത് നിന്ന് വഴിമാറി നടക്കുകയാണെങ്കിലും എനിക്ക് നിന്റെ വചനം കേൾക്കണം. ഞാനത് ആഗ്രഹിക്കുന്നു. നീ പറയുന്ന വാഗ്ദാനങ്ങൾ, നീ പറയുന്ന പ്രോമിസസ്, അതെനിക്ക് വേണം കർത്താവേ. കാരണം ഞാൻ കേൾക്കുമ്പോൾ എനിക്കറിയാം അതിലാണ് ജീവൻ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് യേശു വലിയ അഭിമാനത്തോടെ പറഞ്ഞത്, എൻ്റെ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ അടുക്കിലേക്ക് സ്ഥിരമായി ഒട്ടിച്ചേർന്നിരിക്കുവാൻ തീരുമാനിക്കുന്ന ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു ഹാബിറ്റ് നമ്മൾ മനസ്സിലാക്കണം. 2 ഹാബിറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. 1, കർത്താവിൻ്റെ വചനത്തോട് ചേർന്നിരിക്കും. 2, കർത്താവിനെ സ്തുതിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. സ്തുതിച്ചുകൊണ്ട് അവൻ്റെ ആലയത്തിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. അവൻ്റെ പ്രസൻസിൽ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ആയിരിക്കുവാനായിട്ട്, അതുപോലെ തന്നെ ദേവാലയത്തിൽ പോയിരിക്കുവാൻ വേണ്ടിയിട്ട് ഒക്കെ ആഗ്രഹിക്കുന്ന, കുടുംബത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട്, പ്രാർത്ഥനാ മുറിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ശീലമുള്ള വ്യക്തിയായിട്ട് തീരുവാൻ വേണ്ടിയിട്ട് അവർ തീരുമാനമെടുത്തിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിതചര്യ ഒന്ന് നിരീക്ഷിക്കുക. നമ്മൾ ഇതുപോലെ ആറ്റിനരികത്ത് നട്ട ഒരു വൃക്ഷമാണോ? ഈ സമയം നമുക്ക് ഹൃദയത്തിൽ ഒന്ന് വിചിന്തനം ചെയ്യാം. നമ്മൾ കർത്താവിനെ എല്ലാറ്റിലും ഉപരിയായി കാണുന്നുണ്ടോ? ഈ സമയം നമുക്ക് ഒന്നുകൂടെ ചിന്തിക്കാം. കർത്താവിനോട് ഒട്ടി നിൽക്കുന്ന ഒരു ശാഖയെ പോലെയാണോ ഞാൻ? കർത്താവ് പിതാവിൻ്റെ വാക്കുകൾ കേട്ട് അവൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അവനോടുകൂടെ ആയിരുന്നത് പോലെ, അതനുസരിച്ച് അവനോടുകൂടെ ആയിരുന്നത് പോലെ, യേശുവിൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അവനോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ ആഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം എന്തായിരിക്കണമെന്ന് ഞാൻ പറയട്ടെ. യേശു നൽകുന്ന സന്തോഷം അന്വേഷിക്കലായിരിക്കണം. യേശു നൽകുന്ന സന്തോഷം, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ സന്തോഷത്തെ പൂർണ്ണമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഫുൾനെസ്സിലുള്ള സന്തോഷം ആസ്വദിക്കുവാൻ വേണ്ടി ഇന്ന് നമുക്ക് ഹൃദയത്തിൽ തീരുമാനമെടുക്കണം. അപ്പോൾ നമ്മൾ ഒരു AC പോലെയാവും. എന്താണ് AC-യുടെ പ്രത്യേകത അറിയാമോ? AC എന്ന് പറഞ്ഞാൽ, AC ഇരിക്കുന്ന മുറിയുടെ പുറത്താണ് മുഴുവൻ ബഹളവും. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഫാനിൻ്റെ ശബ്ദം കേൾക്കാം, അവിടെ ഇങ്ങനെ ഒരു ഇരമ്പൽ കേൾക്കാം, എല്ലാം കേൾക്കാം. എന്നാൽ നമ്മൾ അകത്ത് വന്നു കഴിയുമ്പോൾ അവിടെ നിശബ്ദതയാണ്, അവിടെ തണുപ്പാണ്, അവിടെ അതിൻ്റെ കൺട്രോള് അകത്താണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ചുറ്റിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നിങ്ങളുടെ കൺട്രോൾ, റിമോട്ട് കൺട്രോൾ നിങ്ങളുടെ ഉള്ളിലായിരിക്കണം. നിങ്ങളുടെ AC വെച്ചൊരു മുറി പോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സമാധാനമുണ്ടായിരിക്കണം. ഇതിന്
യേശു നമ്മുടെ ഉള്ളിലുണ്ടാകണം. യേശു നമ്മുടെ ഉള്ളിലുണ്ടാകണമെങ്കിൽ നമ്മളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ യേശുവിൻ്റെ ആഗ്രഹങ്ങൾക്ക് അനുകൂലമായിരിക്കണം. യേശു എങ്ങനെയാണ് പിതാവിൻ്റെ കൂടെയായിരുന്നത്? പിതാവിൻ്റെ കൂടെയായിരുന്നതിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ്, പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവനിലായിരുന്നത് പോലെ. യേശുവിൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നമുക്ക് യേശുവിലായിരിക്കുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ വാഗ്ദാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. യേശു സമരിയാക്കാരി സ്ത്രീയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞൊരു വാഗ്ദാനമുണ്ട്. അതെന്താണെന്ന് നമ്മൾ അറിയണം. യേശു പറയാണ്, നിന്നോട് സംസാരിക്കുന്നവനാരെന്നും ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറയുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലത്തിൻ്റെ അരുവികൾ നൽകുകയും ചെയ്യുമായിരുന്നു, ജീവജലം തരികയും ചെയ്യുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ എത്ര തവണ കർത്താവിനോട് ഈ ജീവജലം ചോദിച്ചിട്ടുണ്ട്? ഞാൻ പറയട്ടെ, ഇന്ന് ഒന്ന് അവസാനിപ്പിക്കാമോ? ബാക്കി എല്ലാ പ്രാർത്ഥനകളും ഇന്നൊന്ന് അവസാനിപ്പിക്കാമോ? എന്നിട്ട് ആ ഒരു അഭിഷേകത്തിന് വേണ്ടി യേശു സമരിയാക്കാരോട് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങൾ ചോദിക്കേണ്ടത് ഇതാണ്. യേശു ദേവാലയത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് വലിയ ശബ്ദമുയർത്തി പറഞ്ഞു. യോഹന്നാൻ 7 നമ്മൾ കാണുകയാണ്. ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. കർത്താവിൻ്റെ വലിയ വാക്കുകളാണ്. ഈ വാക്ക് കേട്ടവനാണ് അത് ആത്മാവും ജീവനുമാകുന്നത്. അതുകൊണ്ട് ഈ സമയം നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, ഉള്ളിൽ സന്തോഷം നിറയണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഇതാ കർത്താവിൻ്റെ വചനം പറയുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദ, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നിവയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുകയെ, ഇതിത്രയല്ലേ നമ്മൾ അന്വേഷിക്കുന്നത്? സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇതിത്രയും ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതം മുഴുവൻ എന്ത് സന്തോഷമായിരുന്നേനെ എന്ന് വിചാരിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ ഇതിനപ്പുറം സന്തോഷമുള്ള ഒരു വ്യക്തി, ഇത്രയും സംഭവം ഉള്ളിലുണ്ടെങ്കിൽ ഇതിനേക്കാൾ സന്തോഷമുള്ള ഒരു വ്യക്തി ഈ ലോകത്തുണ്ടാകുമോ? ആ സന്തോഷം തരാൻ പരിശുദ്ധാത്മാവ് നമ്മളിൽ വരണം. ഈ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ വാഗ്ദാനമാണ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കാറില്ല. ഈ യേശുവിനോട് നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ യേശുവാകുന്ന പ്രധാന മുന്തിരിച്ചെടിയിൽ നിന്ന് നമ്മളാകുന്ന ശാഖയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകി വരും. ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകി വരുമ്പോൾ നമുക്ക് മറ്റൊരു ഗുണവും ഇല്ലെങ്കിൽ പോലും ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒഴുകി വന്ന് നമ്മളാകുന്ന ശാഖകളിൽ ധാരാളം ഫലം വരും. ഇതാണ് ഈശോ പറഞ്ഞത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമുക്ക് ഇന്നൊരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിലെ സന്തോഷം അതിൻ്റെ ഫുൾനെസ്സിൽ അനുഭവിച്ചിട്ട് തന്നെയാണ് ഇനി ബാക്കി കാര്യം. ആ ബ്ലിസ്, ആ വലിയ ആനന്ദം, ആ വലിയ ലഹരി, കർത്താവിൻ്റെ ആനന്ദത്തിൻ്റെ ലഹരി എനിക്ക് അനുഭവിച്ചേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ ഒരു തീരുമാനമെടുക്കുന്നു. കർത്താവ് എന്നോട് പറഞ്ഞതുപോലെ അവനോട് ചേർന്ന് നിന്ന് അവനിലൂടെ ഒഴുകി വരുന്ന ജീവജലമായ പരിശുദ്ധാത്മാവിനെ ഞാനാകുന്ന ശാഖയിലേക്ക് ആർജിച്ച് എന്നിലൂടെ യേശു നൽകുന്ന വലിയ ഫലങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അത് പുറത്തേക്ക് വന്ന് സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും കൊണ്ട് ഞാൻ നിറയുന്ന ആ വലിയൊരു സന്തോഷത്തിൻ്റെ നാളുകൾക്ക് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതവും പ്രാർത്ഥനയും നമുക്ക് ക്രമപ്പെടുത്താം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം മുഴുവൻ മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. കാരണം നമ്മുടെ ഉള്ളിൽ സന്തോഷം വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, യേശുവിൻ്റെ സന്തോഷം ശിഷ്യന്മാർ കണ്ടതുപോലെ നമ്മുടെ സന്തോഷം നമ്മുടെ വീട്ടിലുള്ളവർ കാണും, നമ്മുടെ സന്തോഷം നമ്മുടെ സുഹൃത്തുക്കൾ കാണും, നമ്മുടെ സന്തോഷം നമ്മുടെ മക്കൾ കാണും, കുടുംബത്തിലെ ബാക്കിയുള്ള ബന്ധുക്കൾ എല്ലാവരും കാണും. എപ്പോൾ അവരെ നോക്കി നമുക്ക് പറയാൻ സാധിക്കും, നിങ്ങൾക്ക് എൻ്റെ സന്തോഷം വേണമെങ്കിൽ യേശു പറഞ്ഞതുപോലെ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വാ. പ്രിയമുള്ളവരെ, ഇങ്ങനെ പറയാൻ പറ്റുന്ന ഒരു ജീവിതത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അതിന് അനുവദിക്കട്ടെ. എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം, അനുഗ്രഹത്തിന് വേണ്ടിയുള്ള ദാഹം മാറിയിട്ട്, ഈ ഭൗതികമായ ബ്ലെസ്സിങ്സിന് വേണ്ടിയിട്ടുള്ള ദാഹം മാറിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നൊവേനകളൊക്കെ അവിടെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായി ഈ ലോകത്തിൽ ഞാൻ ഏറ്റവും അധികം നേടേണ്ടത് പരിശുദ്ധാത്മാവാണെന്നൊരു തിരിച്ചറിവുണ്ടായി. എല്ലാ കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ശക്തമായ പ്രാർത്ഥന ഉണ്ടാകട്ടെ. ക്രൈസ്തവ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിൽ വലിയൊരു പ്രകാശം പരക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി നമ്മൾ ഇന്നെല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങണം. എന്നെ കേൾക്കുന്ന സകലരുമേ, ഈ ദിവസം തൊട്ട് ഒരു വലിയ അഭിഷേകം നമ്മളെ സ്പർശിക്കുന്നത് വരെ, ആത്മനിറവ് വന്ന് സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുന്നത് വരെ നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ നിന്നെ ഞാൻ വിടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ പിന്തുടരാമോ? അതിനുവേണ്ടി ഒരു തീരുമാനമെടുക്കാമോ?
നമ്മുടെ ജീവിതം മാറും, നമ്മുടെ കുടുംബങ്ങൾ മാറും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ യേശുവേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നു. അങ്ങ് ഏറ്റവും കൂടുതൽ ശക്തമായി നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണല്ലോ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം. അങ്ങയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, കർത്താവെ, അങ്ങ് എഴുന്നേറ്റ് നിന്ന് ശക്തിയോടെ പറഞ്ഞത്, എൻ്റെ അടുക്കൽ വന്ന് കുടിക്കാൻ പറഞ്ഞത്, നിന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്നാണല്ലോ. ദൈവമേ, അത് ചുരുക്കം ചിലർക്കുള്ളതല്ല എന്ന് പത്രോസും പഠിപ്പിച്ചല്ലോ. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുന്ന അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ എല്ലാവരിലും വന്ന് നിറയട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ യേശുവിൻ്റെ സന്തോഷം സമൃദ്ധമാകട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.